ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഇരമ്യ പ്രവചനം 27 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 26-ാം വാക്യം. ശീമോൻ ഇസ്കരിയോത്താവിൻ്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു. 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു ഇസ്കരിയോത്ത യൂദ. ഏറെ നന്മകളും കഴിവുകളും പ്രത്യേകതകളുമുള്ള ഈ ശിഷ്യനാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തതായ യൂദ. മറ്റു ശിഷ്യന്മാരെ പോലെ ശിഷ്യത്വത്തിൽ ത്യാഗവും സഹനങ്ങളും ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം പരിശീലനത്തിൻ്റെ ഭാഗവും ആയിരുന്നു. എന്നാൽ അവസാനം പുതിയ നിയമത്തിലെ ഒരു ദുരന്ത കഥാപാത്രമായി അദ്ദേഹം തീരുന്നു. ഒരു ഗുരുവിനെയോ നല്ല സുഹൃത്തിനെയോ ഒക്കെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ പര്യായമായി യൂദ മാറ്റപ്പെടുന്നു. അപ്പോസ്തല സംഘത്തിലെ പണം സൂക്ഷിപ്പുകാരനായിരുന്നു യൂദ. യൂദായുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുക അസാധ്യമാണ്. അദ്ദേഹം യഹൂദായിലെ കെരിയോത്തുകാരനും അദ്ദേഹത്തിൻ്റെ പിതാവ് ശീമോൻ ഇസ്കരിയോത്താവും ആണ് എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 26-ാം വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ യൂദായുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സാമാന്യ വിദ്യാഭ്യാസം നേടിയിരുന്ന വ്യക്തിയായിരുന്നു യൂദ എന്ന് കരുതപ്പെടുന്നു. അതിനാലായിരിക്കണം അപ്പോസ്തല സംഘത്തിൻ്റെ ട്രഷററായി തിരഞ്ഞെടുത്തിരുന്നത്. ബേഥാനിയയിലെ മറിയ സ്വച്ഛജടമാംസി തൈലം യേശുവിൻ്റെ കാൽക്കൽ പൂശുമ്പോൾ അത് 300 വെള്ളിക്കാശിന് വിൽക്കുവാൻ കഴിയും എന്ന് അതിൻ്റെ വില പെട്ടെന്ന് കണക്ക് കൂട്ടുവാനും യൂദായ്ക്ക് കഴിഞ്ഞു. ഇതിൽ നിന്നും പണം ദുർവിനിയോഗം ചെയ്യരുത് എന്ന ഒരു സാമൂഹ്യ അവബോധം ഉള്ളവനുമായിരുന്നു യൂദ എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൻ്റെ ശിഷ്യത്വ ജീവിതം വളരെ മാന്യമായ നിലയിലാണ് ആരംഭിക്കുന്നത്. മറ്റു ശിഷ്യന്മാരുമായി അധികം സമ്പർക്കമുള്ളതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. അത് അദ്ദേഹത്തെ മറ്റു ചിന്തകളിലേക്ക് നയിച്ചിട്ടുണ്ടാകണം. എന്നാൽ വളരെ സമർത്ഥനും സമ്മതനുമായിരുന്നു. ജനസമ്മതനുമായിട്ടായിരുന്നു ശിഷ്യവൃന്ദത്തിൽ യൂദ കാണപ്പെട്ടത്. യേശു തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുമ്പോൾ യൂദ ഒറ്റുകാരനോ ചതിയനോ ആയിരുന്നില്ല. മാത്രമല്ല, യേശു യൂദായെ വഞ്ചകനായിട്ടല്ല, മറിച്ച് ഒരു അപ്പോസ്തലനായിട്ടാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ യൂദായുടെ പ്രവൃത്തി അവനെ ഒരു വഞ്ചകനാക്കി തീർത്തു. രണ്ടാമതായിട്ട്, ക്രിസ്തു ശിഷ്യനായി തീർന്ന യൂദായെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഴിവുകൾ ധാരാളം ഉണ്ടായിരുന്ന യൂദായ്ക്ക് നല്ല സാധ്യതകളും അവസരവും ലഭിച്ചിരുന്നു. 3 വർഷം യേശുവിനോടൊപ്പം സഞ്ചരിക്കുകയും യേശുവുമായി കൂട്ടായ്മ പുലർത്തുകയും യേശു കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദൃക്സാക്ഷിയാകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കുവാൻ അയക്കപ്പെടുകയും ഭൂതങ്ങളെ പുറത്താക്കുവാൻ ശുശ്രൂഷിക്കുകയും ചെയ്ത സംഘത്തിൽ യൂദായും ഉണ്ടായിരുന്നു. മാത്രമല്ല, മറ്റ് അപ്പോസ്തലന്മാർ ആരും യൂദായെ ഒരിക്കലും സംശയിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ എന്തുകൊണ്ട് യൂദ പരാജയപ്പെട്ടു? 1. ആത്മീയ ഉൾക്കാഴ്ചയുണ്ടായിരുന്ന യൂദ ലോകത്തെ ഭരിക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിൻ്റെ മരണത്തോടുകൂടെ നശിക്കും എന്ന് ചിന്തിച്ചിരിക്കാം. 2. യേശു തൻ്റെ അത്ഭുത ശക്തിയാൽ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടും. അങ്ങനെ തനിക്ക് 30 വെള്ളിക്കാശ് സ്വന്തമാക്കാം എന്ന് ഒരുപക്ഷെ യൂദ കരുതിയിരിക്കാം. 3. യേശു ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ തനിക്കും യെരുശലേമിൽ ഒരു സ്ഥാനം ലഭിക്കും എന്ന് യൂദ കരുതിയിരിക്കാം. 4. ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് റോമാ ഭരണകൂടത്തെ എതിർക്കാൻ തയ്യാറാകാതിരുന്ന യേശുവിനെ ഒരുപക്ഷെ യൂദായ്ക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ലായിരിക്കാം. യൂദായുടെ ഇത്തരം ചിന്തകളാൽ ആണ് യൂദ പരാജയപ്പെട്ട് പോകുവാനായിട്ട് കാരണമായി തീർന്നത്. വിശ്വസ്തനായ യൂദായ്ക്ക് യേശുവിനെ പടയാളികൾ പിടിച്ചത് അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു. കുറ്റബോധം അവനിൽ ഉറഞ്ഞുകൂടി. ഒറ്റിക്കൊടുക്കാൻ മാത്രം ദുഷ്ടനായിരുന്നെങ്കിലും അതിൻ്റെ പാപഭാരം താങ്ങുവാൻ യൂദായ്ക്ക് കഴിഞ്ഞില്ല. കഠിനമായ നിരാശ തുടർന്ന് യൂദായെ ബാധിക്കുന്നതായിട്ടും നമുക്ക് കാണാം. തുടർന്ന് നമ്മൾ കാണുന്നത് യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു എന്നും തല കീഴായി വീണ് നടുവെ പിളർന്ന് അവൻ്റെ കുടലെല്ലാം തെറിച്ചുപോയി എന്നും നമ്മൾ തിരുവചനത്തിൽ നിന്നും വായിക്കുന്നു.
പ്രിയമുള്ളവരെ, ഇതായിരുന്നു യൂദായുടെ അന്ത്യം. എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വച്ചതിന് എതിരായി പ്രവർത്തിച്ചാൽ ആ ശുശ്രൂഷ മറ്റൊരാൾ ഭംഗിയായി നിർവഹിക്കും. ഇവിടെ യൂദായ്ക്ക് പകരം മറ്റൊരാളിനെ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിറപടിയായി തുടരുകയും ചെയ്യുന്നു. യൂദായുടെ അപ്പോസ്തല ചിഹ്നം 30 വെള്ളിക്കാശും ഒരു കയറും ആയിരുന്നു. വിശ്വസ്തനും കഴിവുറ്റവനും ആയിരുന്നിട്ടും ഇസ്കരിയോത്ത യൂദ ഒരു ദുരന്തമായി മാറുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ സമൂഹത്തിൽ ഞാൻ ഒരു ദുരന്തമാകാതെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും തുണയ്ക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സമൂഹത്തിൽ ഞങ്ങൾ ഓരോ ദുരന്ത കഥാപാത്രമായി തീരാതെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.